ദുഃഖഭാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷം നിറയ്ക്കാനാണ് പരിശുദ്ധ മാതാവ് ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ കടന്നു വരുന്നത്. എത്ര വലിയ പ്രതിസന്ധിയോ ആയിരുന്നു കൊള്ളട്ടെ, മാതാവിനത് നിസ്സാരമാണ്. ഇന്ന് നിങ്ങൾ നേരിടുന്ന എല്ലാ വിഷമഘട്ടങ്ങളും പരിശുദ്ധ മാതാവിന്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് ഇന്നത്തെ പ്രാർത്ഥനയുടെ അവസാനം വരെ പങ്കെടുക്കുക. തീർച്ചയായും ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ദുഃഖങ്ങളിൽ വലിയ വിടുതൽ സംഭവിക്കും. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. രക്ഷകനായ ഈശോയുടെ വത്സല മാതാവേ, സ്വർലോക രാജ്ഞിയായി അവിടുത്തെ ദിവ്യപുത്രൻ നിന്നെ കിരീടം ധരിപ്പിച്ചുവല്ലോ. അതിനാൽ അവിടുന്ന് സകല സൃഷ്ടികളുടെയും അമ്മയും രാജ്ഞിയുമാണല്ലോ. സകലർക്കും അമ്മയും സഹായിയുമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വണങ്ങുന്നു. അങ്ങ് ഞങ്ങൾക്കും അമ്മയും രാജ്ഞിയുമായി ഞങ്ങളോട് കൂടി വസിക്കണമേ. ഞങ്ങളുടെ അമ്മേ, പരിശുദ്ധ കന്യകേ, നിത്യജീവിതത്തിലുള്ള വിശ്വാസം ഞങ്ങളിൽ ഉണർത്തണമേ. ഓ മറിയമേ, പരിശുദ്ധ രൂപയുടെ പ്രേരണയ്ക്ക് സദാ വിധേയരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവയും ദൈവകുമാരന്റെ അമ്മയുമായ പരിശുദ്ധ കന്യകാ മറിയമേ, ജീവിത പ്രശ്നങ്ങളാലും ലോകവ്യഗ്രതകളാലും വലയം ചെയ്യപ്പെട്ട ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും പരിശുദ്ധമായി കാത്തു പരിപാലിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, എളിമയോടുകൂടി ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി മറ്റുള്ളവരെ സ്നേഹിക്കാനും സേവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കാനും ഇന്ദ്രിയങ്ങളെ വേണ്ടവിധം നിയന്ത്രിച്ച് പരിശുദ്ധമായ ജീവിതം നയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. മാതാവേ, പരിശുദ്ധമായ ചിന്തകളാലും പരിപൂർണ സ്നേഹത്താലും അങ്ങേ ദിവ്യസുതനെ അനുകരിക്കാനും ക്ഷമാപൂർവം അനുദിന ജീവിതമാകുന്ന കുരിശ് വഹിച്ചുകൊണ്ട് അങ്ങേ ദിവ്യസുതനെ അവസാനം വരെ പിന്തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ എന്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അങ്ങയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടി ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സൽപ്രവർത്തികളും പരിഹാര പ്രവർത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദിങ്കൽ
കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിന്റെ തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. യേശുവിന്റെ അമൂല്യ രക്തമേ, ഞങ്ങൾക്ക് സംരക്ഷണമേകണമേ. അമലോത്ഭവ കന്യകയെ, ദൈവസുതന്റെ പരിശുദ്ധവും നിർമ്മലവുമായ സക്രാരി, അങ്ങയുടെ ഉദരഫലമായ ഈശോയെ ലോകരക്ഷയ്ക്കായി അങ്ങ് സമർപ്പിച്ചല്ലോ. പാപഭാരവുമായി കഴിയുന്നവർക്ക് അങ്ങയുടെ തിരുകുമാരനിൽ നിന്നും കൃപാവരങ്ങൾ വാങ്ങിത്തരണമേ. ദൈവസ്നേഹത്തിന്റെ വീഞ്ഞു വറ്റിയ ഹൃദയഭരണികളിൽ സ്നേഹത്തിന്റെ വീഞ്ഞു നിറയ്ക്കുവാൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. വചനോപാസകയായ അമ്മേ, അങ്ങ് നിത്യദൈവത്തിന് മനസ്സിന്റെ വാതിൽ തുറന്നു കൊടുത്തു. ഉടനെ വചനം അങ്ങിൽ മനുഷ്യാവതാരം ചെയ്തു. എന്റെ മനസ്സാകുന്ന വാതിലിൽ മുട്ടി കാത്തു നിൽക്കുന്ന ദൈവത്തിന്റെ ഹിതം അനുനിമിഷം ഏറ്റുവാങ്ങുവാൻ എന്നെ സഹായിക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും മാതാവേ, വിശ്വാസയാത്രയിൽ വഴിയും സത്യവും ജീവനുമായ ഈശോയെ എല്ലാവർക്കും അങ്ങ് കാട്ടിക്കൊടുക്കണമേ. നരകസർപ്പത്തിന്റെ തല തകർത്തവളായ പരിശുദ്ധ കന്യകേ, പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും മോചനം നേടുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവും രക്ഷകനുമായ ഈശോയെ സമ്പൂർണമായ സ്നേഹത്താൽ സ്നേഹിക്കാൻ തുണയരുളണമേ. പരിശുദ്ധ തൃത്വത്തിന്റെ സമ്പൂജ്യമായ ആലയമേ, നിർമ്മല കന്യകേ, അങ്ങയുടെ ആത്മാവ് എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. അങ്ങയുടെ അരൂപി എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തിൽ ആനന്ദം കൊള്ളട്ടെ. ഞാൻ അങ്ങയുടെ സുതനും മാംസം ധരിച്ച ജ്ഞാനവുമായ ഈശോയുടെ യഥാർത്ഥ ശിഷ്യനും അനുയായിയുമായി തീരട്ടെ. അങ്ങനെ അങ്ങയുടെ മാതൃകയും മാധ്യസ്ഥവും വഴി ഭൂമിയിൽ പിതാവിന്റെ പൂർണ്ണതയും സ്വർഗത്തിൽ അങ്ങയോടൊത്തുള്ള മഹത്വവും എനിക്ക് ലഭിക്കുമാറാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയമേ, മനുഷ്യകുലം മുഴുവന്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു. അമ്മേ, അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിലും നിന്ന്, പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ, അഗ്നിബാധ, ജലപ്രളയം, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, ഭൂമികുലുക്കം, വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും, കള്ളന്മാർ, അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും സംരക്ഷിക്കണമേ. ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ.
ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മല കന്യകേ, അവതീർണ വചനത്തിൻ മാതാവേ, പ്രസാദവര നിലയമേ, പാപികൾ ഞങ്ങളുടെ അഭയമേ, സജീവ വിശ്വാസത്തോടെ നിന്മാത്ര സ്നേഹത്തിലേക്ക് ഞങ്ങളോടി വരുന്നു. ദൈവത്തിൻ്റെയും നിന്റെയും തിരുഹിതം എന്നെന്നും നിറവേറ്റുവാൻ വേണ്ട വരപ്രസാദം ഞങ്ങൾക്ക് ലഭിച്ചു തരുവാൻ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന ദൃഢശരണത്തോടെ ഞങ്ങളുടെ ആത്മശരീരാരോഗ്യം നിന്നിൽ നിന്നിറന്നുകൊണ്ട് നിന്റെ തൃക്കരങ്ങളിൽ ഞങ്ങളുടെ ആത്മസംരക്ഷണം ഞങ്ങളിതാ ഭരമേൽപ്പിക്കുന്നു. ആകയാൽ സജീവ വിശ്വാസത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം പരിശുദ്ധ മാതാവിന്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിക്കുക. ഞങ്ങളുടെ അമ്മേ, പരിശുദ്ധ കന്യകാ മറിയമേ, അങ്ങേ തിരുമുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അങ്ങേ മക്കൾ അങ്ങയിൽ സമ്പൂർണമായി ആശ്രയിക്കുന്നു. അങ്ങേ പുത്രന്റെ കൃപയാലും അനുഗ്രഹത്താലും ഞങ്ങളുടെ അപേക്ഷകൾ ഞങ്ങൾക്കു നീ സാധിച്ചു തരണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും ഐശ്വര്യവും അനുഗ്രഹവും വർഷിക്കാനിടയാക്കണമേ. രക്ഷയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയ നാഥേ, ഞങ്ങളെയും പ്രാർത്ഥനയുടെ പാതയിലൂടെ നടത്തണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന ഞങ്ങളുടെ ദൈവവും കർത്താവുമായ ഈശോ മിശിഹായുടെ പാപപരിഹാര ബലിയോട് ചേർത്ത് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. എത്രയും പരിശുദ്ധയും അമലോത്ഭവ കന്യകയും എന്റെ പ്രിയപ്പെട്ട മാതാവുമായ മറിയമേ, എന്റെ കർത്താവിന്റെ അമ്മയും ത്രിലോകരാജ്ഞിയും പാപികളുടെ മധ്യസ്ഥയും ശരണവും സങ്കേതസ്ഥാനവുമാകുന്ന അങ്ങേ ആശ്രയത്തിൽ മഹാപാപിയായിരിക്കുന്ന ഞാൻ ഓടി വരുന്നു. മഹാരാജ്ഞി, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ഇന്നാൾ വരെയും എനിക്ക് ചെയ്തിരിക്കുന്ന നന്മകളെക്കുറിച്ച് അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം പലപ്പോഴും നാശകരമായ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് കൊണ്ടും അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാ മറിയമേ, ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന്
നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ.